ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ സെഷൻ വന്നിട്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ 2 വർക്കുകൾ ഞാൻ നെറ്റ് എക്സാമിൻ്റെ കുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 വർക്കുകൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ബയോഡാറ്റ, അതായത് ഒരു ഔട്ട്ലൈൻ ആയിട്ട് തരാം. ഇതിൽ നമ്മൾ ജസ്റ്റ് പ്ലേസ് ഓഫ് ബർത്തും പിന്നെ മരിച്ച വർഷം, അതുപോലെ തന്നെ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, സ്പൗസ്, അങ്ങനെ കുടുംബക്കാരുടെ എല്ലാം നോക്കുക. പിന്നെ ഇദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് 1930 ഫോർ ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു വർക്കിനാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നൈറ്റ്ഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു വർക്കിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നൈറ്റ്ഹുഡ് പറയുന്നത് ജിലിയൻ വാലാബാഗ് ട്രാജഡി, ഐ തിങ്ക് ഇറ്റ് ഇസ് ജാലിയൻ വാലാബാഗ് ട്രാജഡി. അതിന് ഇതിലിങ്ങനെയാട്ടോ എഴുതിയിരിക്കുന്നത്, സ്പെല്ലിംഗ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഐ ഡോണ്ട് നോ കറക്റ്റ്ലി. പിന്നെ ഇത് മേജർ വർക്ക്സ് വന്നിട്ട് സൊണാർത്താരി, ചിത്ര, ജീവൻ ദേവത്ത, കൽപ്പന, നൈവേദ്യ, സമാരം, ഇങ്ങനെ കുറച്ച് എലിജീസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ വൈഫിന്റെ ഡെത്തിനെ കുറിച്ചിട്ടുള്ള എലിജീസ് ഒക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഗീതാഞ്ജലി എഴുതിയിരിക്കുന്ന 1910. പിന്നെ ചൈൽഡ് പറഞ്ഞിട്ടൊരു വർക്ക് ഉണ്ട് കേട്ടോ. ഇറ്റ് വാസ് റിട്ടൺ ഫസ്റ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദെൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ബംഗാളി, അതായത് ബംഗാളിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുറച്ച് വർക്കുകൾ ഉണ്ട്, ഇതൊക്കെ നോക്കുക കേട്ടോ. ഈ വർക്കുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ChatGPT അടിച്ചു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് നോക്കുക. അതിലൂടെ നിങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ആണെങ്കിൽ, നിറയെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കുറേ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ChatGPT ഇൻട്രാക്റ്റീവായിട്ട് നോക്കുക. പിന്നെ ഈ ബുക്ക് കയ്യിൽ എപ്പോഴും വെക്കുക കേട്ടോ. ബുക്ക് നല്ലപോലെ വായിക്കുക. അരച്ച് കലക്കി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് വായിക്കാനായിട്ടെങ്കിലും ശ്രമിക്കുക. ഒരു തവണയെങ്കിലും ഡെയിലി വായിച്ചു വിട്ടാക്കി അത് അത്രയും നല്ലതായിരിക്കും കേട്ടോ. സോ ടാഗോർ വന്നിട്ട് ബംഗാളി ലിറ്ററേച്ചർ എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ആംഗ്ലിയൻ ലിറ്ററേച്ചറിൽ ബിലോങ് ചെയ്യുന്ന ഒരു ആളായിരുന്നു ടാഗോർ എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ജസ്റ്റ് ഒരു റൈറ്ററായിട്ട് മാത്രമോ അല്ലെങ്കിൽ ഒരു പോയിറ്റായിട്ട് മാത്രമല്ല കാണുന്നത്, ഡ്രമാറ്റിസ്റ്റായിട്ടും ആക്ടറായിട്ടും പിന്നെ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ, മ്യൂസീഷ്യൻ ആൻഡ് എ പെയിൻറ്റർ, ഇങ്ങനെ കുറച്ച് പൊസിഷൻസും ഡെസിഗ്നേഷൻസ് ഒക്കെ ഉള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ തന്നെ അയ്യങ്കർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇയാളെ ഓണർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇയാളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, കബീറിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഭഗവത്ഗീത ആൻഡ് ദ ഉപനിഷത്സ് പറഞ്ഞിട്ടൊരു സംഭവം എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ ഫേമസ് വർക്കാണ് ഗീതാഞ്ജലി. പിന്നെ അതുപോലെ തന്നെ ക്രെസന്റ് മൂൺ, ഫ്രൂട്ട് ഗ്യാദറിംഗ്, ലവേഴ്സ് ഗിഫ്റ്റ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുന്ന 2 കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് ഗീതാഞ്ജലിയും പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഫ്രൂട്ട് ഗ്യാദറിംഗും ആണ് കേട്ടോ നോക്കുന്നത്. ഗീതാഞ്ജലി പറയുന്നത് ടാഗോറിനെ നമ്മൾ ഗുരുദേവ് എന്നാണ് എപ്പോഴും വിശേഷിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇയാളൊരു ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിറ്റ് ആണ് ടാഗോർ എന്ന് പറയുന്നത്. സോ ഹി വാസ് ഗീതാഞ്ജലി മീൻസ് ഓഫറിങ് ടു ഗോഡ്, അതായത് ദൈവത്തിന് എന്തോ ഓഫർ ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗീതാഞ്ജലി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ലീഡ് ദിസ് ചാൻറ്റിങ്, അതായത് ഗീതാഞ്ജലിയിൽ 11ാമത്തെ ഒരു കാര്യമാണ്, 11ാമത്തെ എന്തോ ഒരു ചാൻറ്റിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെസ്സിയ ഓഫ് ദ പുവർ, വർക്ക് ഈസ് വർഷിപ്പ് വിത്ത് ആൻ ഇൻസെൻസ് ആൻഡ് ഫ്ലവേഴ്സ് ഇൻ ദ റിച്വലിസ്റ്റിക് മാനർ ഇസ് യൂസ്ലെസ് ആസ് ഇറ്റ് ഫെയിൽസ് ടു കോൾ ഗോഡ്. അതായത് നമ്മൾ ദൈവത്തെ വിളിക്കാൻ മറക്കുന്ന സമയങ്ങളിൽ വർഷിപ്പ് ചെയ്യാൻ നമ്മൾ ഇൻസെൻസ്, അതായത് ഈ ചന്ദനത്തിരി, ഫ്ലവേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് റിച്വലിസ്റ്റിക് ആയിട്ട്, അതായത് ഇന്ത്യയിലുള്ളൊരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു മാനേഴ്സ് ഉണ്ട്, ആ മാനേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ചാൻഡിങ് ആൻഡ് സിംഗിങ് ആൻഡ് ടെല്ലിങ് ഓഫ് ബീറ്റ്സ്, അതായത് നമ്മളിങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ബീറ്റ്സ് ഇങ്ങനെ ചാൻഡ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെ പിടിച്ച ബീഡ്സിൽ ഇങ്ങനെ വെച്ച് ചാൻഡ് ചെയ്യുന്നത്, അതായത് മന്ത്രങ്ങൾ ചൊല്ലി ദൈവത്തെ പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇതിലൊരു കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നുണ്ട് കേട്ടോ. കർമ്മ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയുന്നുണ്ട്. ഇതിലും മെയിനായിട്ട് ഈ ഗീതാഞ്ജലിയിൽ ആ വർക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും ഒന്ന് എടുത്ത് വായിച്ചോളൂ കേട്ടോ. പിന്നെ ഇത് ഗീതാഞ്ജലി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഒരു വർക്കാണ് 12th സോങ്, ഫ്രൂട്ട് ഗ്യാദറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അതിൽ വന്നിട്ട് ജുംന, ഫാർ ബിലോ ഫ്ലോട്ട് ദ ജുംന, ദ 12th സോങ് വിച്ച് അപ്പിയേഴ്സ് ഇൻ രവീന്ദ്രനാഥ്സ് ഫ്രൂട്ട് ഗ്യാദറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിലാണ് ഇത് വരുന്നത് കേട്ടോ. ഈ ജുംന ഈസ് ഫ്ലോയിങ് ഫാർ ബിലോ. പിന്നെ അത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നവർ തന്നെയാണ്, ബട്ട് നിങ്ങൾ എല്ലാം ഒന്നും ജസ്റ്റ് വായിച്ചു വിട്ടാക്കുക കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ ഇത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് തരുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആൻസേഴ്സും ഇവിടെ സൈഡിൽ തരുന്നുണ്ട് കേട്ടോ, അതും നോക്കുക കേട്ടോ. ഞാൻ ഓരോന്നായിട്ട് വായിച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് പറയാം. അതിൻ്റെ കൂടെ തന്നെ ടിക്ക് ചെയ്തും പോകട്ടെ. ഞാൻ അന്ന് കുറച്ച് ടിക്ക് ചെയ്യാൻ വിട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഒന്ന്
ടിക്ക് ചെയ്യുക. അപ്പോൾ ശാന്തിനികേതൻ ഇത് ഈ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാം നോക്കിയിട്ടൊന്ന് പൊക്കോട്ടോ. കാരണം UGC നെറ്റ് ആയതുകൊണ്ട് എവിടെ നിന്ന് എങ്ങനെ ചോദിക്കും എന്നൊന്നും അറിയില്ല. സോ ഇതിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചിട്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിക്കേ. ശാന്തിനികേതൻ ഈസ് നോൺ ആസ്, അതിൽ ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ആണ്, വിശ്വഭാരതി. ദെൻ ഗ്രാൻഡ് ഫാദർ ഓഫ് ടാഗോർ ഈസ് പ്രിൻസ് ദ്വാരകനാഥ് ടാഗോർ എന്നാണ് കേട്ടോ. സർലാദേവി ഈസ് ടാഗോർസ് മദർ. സർലാദേവിയാണ് ടാഗോറിന്റെ മദർ. പിന്നെ അതുപോലെ തന്നെ ടാഗോർ റോട്ട് നിയർലി ഹൗ മച്ച് സോങ്സ്, എത്ര സോങ് ആണ് ടാഗോർ എഴുതിയിരിക്കുന്നത്? 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ്, 2000 ആണ് കേട്ടോ. പിന്നെ ഗീതാഞ്ജലി ഇസ് ഒറിജിനലി റിട്ടൺ ഇൻ, അതായത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് എ ആണ് അതിന്റെ ഓപ്ഷൻ, അത് ബംഗാളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹൂ ഫൗണ്ടഡ് ശാന്തിനികേതൻ അറ്റ് ബോൽപൂർ. അതുപോലെ 6ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ആരാണ് ബോൽപൂരിൽ ശാന്തിനികേതൻ അതിന്റെ ഫൗണ്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതും ടാഗോർ ആണ്. ഈ ടാഗോറിന്റെ ലെസൺസ് ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും അല്ലേ? നമ്മളിങ്ങനെ കുട്ടികൾക്കും കൂടി കുറച്ച് എളുപ്പമുണ്ട്, സ്കൂൾ സ്റ്റുഡൻസിനും കൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ടാഗോർ ഗേവ് അപ്പ് ഹിസ് ഡാഷ് ഇൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജാലിയൻ വാലാബാഗ് അറ്റ് അമൃത്സർ ബൈ ബ്രിട്ടീഷ്. അതായത് 7th ക്വസ്റ്റ്യൻ വന്നിട്ട് എ ആണ്, നൈറ്റ്ഹുഡ് എന്ന് പറയും കേട്ടോ. അതൊരു വർക്കാണ് ആക്ച്വലി. ഇത് നൈറ്റ്ഹുഡ് പറയുന്നത്, ടാഗോർ ഗേവ് അപ്പ് ഹിസ് നൈറ്റ്ഹുഡ് ഇൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജാലിയൻ വാലാബാഗ് അറ്റ് അമൃത്സർ ബൈ ദ ബ്രിട്ടീഷ്. പിന്നെ അതുപോലെ തന്നെ ടാഗോർ വാസ് ബോൺ ഓൺ, 8ാമത്തെ എ ആണ് കേട്ടോ. ടാഗോർ വാസ് ബോൺ ഓൺ May 7, 1861. ടാഗോർ വാസ് ബോൺ അറ്റ് ബി ആണ്, അത് ജോസാങ്കോ കൽക്കട്ടയാണ് കേട്ടോ. പിന്നെ ടാഗോർ ഡൈഡ് ഓൺ, 10th ക്വസ്റ്റ്യൻ എ ആണ് കേട്ടോ. അത് August 7, 1941. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ട് ഇത് വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. അത് പെന്നും ക്ലോസ് ചെയ്യണം. ബാക്കി ഞാൻ വായിച്ചിട്ട് അടുത്ത വീഡിയോ ആക്കിയിട്ട് ഇടാട്ടോ. അപ്പോൾ കുറച്ച് ഷോർട്ട് വീഡിയോ, അതായത് ഇപ്പോൾ 6 to 55 സെക്കൻഡ്സ് ആണ് വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഫോളോ ചെയ്തോളൂ കേട്ടോ. താങ്ക്